പ്രേസ് ടു ജീസസ്. സാധാരണ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്ന് നോക്കുന്നത് പുറമേ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തി, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാര രീതികൾ ഇതൊക്കെ നോക്കിയിട്ട് ജനം അല്ലെങ്കിൽ ഒരു അധികാരികൾ കുഴപ്പമില്ല, വിശുദ്ധനാണ് എന്നൊക്കെ പ്രഖ്യാപിക്കാം. പക്ഷെ ദൈവം ഒരാളെ നോക്കി അവൻ വിശുദ്ധനാണ് എന്ന് പറയണമെങ്കിൽ അവന്റെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്യും. അപ്പൊ ഹൃദയത്തെ ശോധന ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിനിരിക്കാൻ പറ്റിയ ഒരു ഹൃദയമാണ്, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവനാണ്, കൽപ്പനകൾ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ ഇവൻ വിശുദ്ധനാണ് എന്ന് ദൈവം പറഞ്ഞു. ഇഷ്ടപ്പെട്ടവൻ, ദാവീദിനെ പോലെ ഇഷ്ടപ്പെട്ടവൻ എന്ന് പറയാം. മനുഷ്യനൊരാളെ വിശുദ്ധനാക്കുന്നത് അദ്ദേഹത്തിന്റെ പുറമെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ്. നമുക്ക് കത്തോലിക്ക സഭയിൽ ഒരു മനുഷ്യനെ, ഒരു സാത്താൻ പുരോഹിതനെ വിശുദ്ധനാക്കിയ ഒരു സംഭവം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സാത്താൻ ആരാധകനിൽ നിന്ന് ജപമാലയുടെ അപ്പസ്തോലനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബർട്ടോലോ ലോങ്കോ. 1841 ഫെബ്രുവരി 10 ഇറ്റലിയിലെ ബ്രിൻഡിസിക്കടുത്തുള്ള ലാറ്റിയാനോയിലാണ് ബർട്ടോലോ ലോങ്കോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഡോക്ടർ ബർട്ടോലോമിയോ ലോങ്കോയും ആന്റോണിയ ലുപാരലിയും തീക്ഷ്ണമായ ദൈവഭക്തിയുള്ളവരായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 1851 അമ്മയുടെ മരണത്തോടെ അദ്ദേഹം സഭയിൽ നിന്ന് അകലാൻ തുടങ്ങി. 1860കളിൽ നേപ്പിൾസിൽ നിയമപഠനത്തിനായി പോയ ലോങ്കോ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും അകലുകയും ചെയ്തു. സമൂഹത്തിൽ ശക്തമായ കത്തോലിക്ക വിരുദ്ധാശയങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരു ദിവസം ലോങ്കോ സാത്താനിസ്റ്റ് ആരാധനയിൽ പങ്കെടുക്കുകയും തുടർന്ന് സാത്താനിസ്റ്റ് പുരോഹിതനാകുകയും ചെയ്തു. ആ സമയത്ത് വിഷാദരോഗം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. അതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയും അദ്ദേഹത്തിനുണ്ടായി. ഒരിക്കൽ ലോങ്കോ തന്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന വിൻസെൻസോ പെപ്പയുടെ അടുത്ത് സാത്താനിസം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായും അതിനുവേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി വിൻസെൻസോ പെപ്പെ ലോങ്കോയെ ഫാദർ റാഡന്റെയുടെ അടുത്തേക്ക് അയച്ചു. 1875 ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ഫാദർ ആൽബർട്ടോ റാൻഡറ്റെ ലോങ്കോയ്ക്ക് സമ്മാനിച്ചു. തുടർന്ന് ഫാദർ റാൻഡറ്റയുടെ നിർദ്ദേശപ്രകാരം ലോങ്കോ ജപമാല ചൊല്ലാനും ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങിവരികയും ചെയ്തു. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജപമാലയോടുള്ള ഭക്തി വളർന്നു. പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംപെയിൽ ചർച്ച് ഓഫ് ഫ്രീ റോസറിയുടെ സ്ഥാപകനാണ് വാഴ്ത്തപ്പെട്ട ബർട്ടോലോ ലോങ്കോ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. 1926 പോംപെയിലാണ് ലോങ്കോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1825 ബർട്ടോലോ ലോങ്കോ എന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ, ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ചു പഠനത്തിന് പോയി. അദ്ദേഹം സാത്താൻ സഭയിൽ ചേർന്നു. സാത്താൻ പുരോഹിതനായി മാറി. അപ്പോ ഇവര് പറയുന്നത്, ഇദ്ദേഹം പുരോഹിതനായി മാറിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു നിർദ്ദേശമൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. 1825 ഇദ്ദേഹം ജപമാല രാജ്ഞിയായ ഒരു ഫോട്ടോ ഒരു ഫാദർ കൊടുത്തു. അതിനെ നോക്കി ഇദ്ദേഹം കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു. അപ്പൊ കൊന്തയൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോ ജോൺ പോൾ മാർപ്പാപ്പ, രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. മേരിയോളജിക്കാരൻ, മരിയ ഭക്തിയാണെന്ന്. അപ്പൊ അവരത് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അത് വിശുദ്ധനാണോ അല്ലയോ ഞാനത് തിരിക്കാനാവില്ല. പക്ഷെ ബൈബിൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ ബൈബിളിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തില് വിശുദ്ധന്മാർ, വിശുദ്ധർ എന്നൊക്കെ സംബോധന ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ
ചെയ്ത കാണിച്ചു കൊടുത്ത യഹോശുവയും ചെയ്ത ശിഷ്യന്മാരും ഒക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റും. പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രവാചകന്മാർ മുതൽ വലിയ പ്രവാചകന്മാർ വരെയും ദൈവം കൂടെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 119, 172 വചനം വായിക്കുമ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ്. ഇവിടെ പറയുന്നത് എൻ്റെ നാവ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ നാവ് അത്യുന്നതന്റെ വചനം പ്രകീർത്തിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ച് കൊണ്ടചൊല്ലലല്ല ഇവിടെ പറയുന്നത്. ഇത് സഭയുടെ ചട്ടങ്ങൾ സഭ വിശുദ്ധനാണ്. പക്ഷെ ഇവിടെ ബൈബിൾ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഒരു വ്യക്തിയെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത്, ഒന്ന്, നാവ് യഹോശുവയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. സഭയുടെ മെമ്പറാകും, സഭയുടെ ശരീരത്തിന്റെ ഭാഗമാണ്, സഭയുടെ വ്യക്തിത്വമാണ്. അതാണ് പറയുന്നത്. അപ്പോ എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങളെ പാലിക്കും. അപ്പോ ബൈബിളിൽ ഒരിക്കലും കൊന്ത ചൊല്ലി വിശുദ്ധനായവരെ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കത്തില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത്യുന്നതനായ ദൈവം അവിടെ എന്താണോ പറഞ്ഞത്, യഹോശുവ എന്താണോ പറഞ്ഞത് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. രണ്ടാമത്, നിങ്ങളെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നിങ്ങൾ ലോകത്തിന്റെ അങ്ങേറ്റത്തോളം പോയി എന്റെ സാക്ഷികളാവണം. രണ്ട്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു. നമുക്ക് സുവിശേഷകരെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് വിശുദ്ധ മത്തായി അല്ലെങ്കിൽ വിശുദ്ധ ലൂക്കോസ്, ഒരു വിശുദ്ധ ചേർത്തെ വിളിക്കരുത്. കാരണം അവർ വിശുദ്ധരാണ്. അവര് എന്ത് പറഞ്ഞു അത് പ്രവർത്തിച്ച് യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് ജനത്തിന് ബോധ്യം കൊടുത്തു. യെരമ്യായുടെ പുസ്തകം അതിന്റെ 23-ാമത്തെ അധ്യായം 29 പറഞ്ഞു, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ഒന്ന്, എന്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന, അതായത് കൂടം പോലെ, ഒരു കൂടം കൊണ്ട് നമ്മൾ വലിയ ചുറ്റും കൊണ്ട് ഒരു പാറയിൽ അടിച്ചാൽ പിളർന്നു. ഇതുപോലെ എത്ര കഠിനമായ ഹൃദയമുള്ള ഒരാളിലേക്ക് വചനം കൊടുക്കുമ്പോൾ, സങ്കീർത്തനം പറഞ്ഞതുപോലെ എന്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും. അത് കൊടുക്കുമ്പോൾ എത്ര ദുഷ്ടന്റെ കഠിന ഹൃദയവും പാറ പോലെയുള്ള ഹൃദയവും അലിഞ്ഞ് പിളർന്നു പോകും. അവൻ യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക്, യഹോശുവിലേക്ക്, സഭയുടെ അകത്തേക്ക് അവൻ കടന്നു വരും. കൊന്ത ചൊല്ലിയ എത്ര പേര് വരുമെന്ന് എനിക്കറിയത്തില്ല. കൊന്ത ചൊല്ലി എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. കാരണം രാവിലെ അന്തോണീസിന് 1 മണിക്കൂർ പ്രാർത്ഥന, ഉച്ചയ്ക്ക് വേറൊരു മനുഷ്യനുണ്ടാക്കിയ വിശുദ്ധന് വേറൊരു പ്രാർത്ഥന, 3 മണിക്ക് വേറൊരു പ്രാർത്ഥന, ഇനി വൈകുന്നേരം പൊതുവായിട്ടിരുന്ന ഒരു പ്രാർത്ഥന, അടുത്ത ഒരു പ്രാർത്ഥന, വിഗ്രഹങ്ങളെ നോക്കി എന്തോ ഒരു പ്രാർത്ഥനക്കാരെന്നോ ഒരു വിശുദ്ധരെന്നോ എന്നെ സംബന്ധിച്ച് ഞാൻ വിളിക്കുന്നില്ല. കാരണം വചനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന റൂട്ടിലൂടെ വിഗ്രഹത്തെ എല്ലാം വിട്ട് യഥാർത്ഥമായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, ജനത്തെ നേടാൻ വേണ്ടി ജനത്തിന്റെ പാപത്തിലേക്ക് പോക്കുകൊണ്ട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ വിശുദ്ധന് വിളിക്കാൻ പറ്റും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായം 16-17 വചനം നമ്മൾ പഠിക്കുമ്പോൾ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരു വിശുദ്ധന് കൊടുത്ത കുറെ കാര്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒന്നാമത്, വിശ്വസിക്കുന്നവരുടെ മേൽ ഏതധികാരങ്ങൾ നടക്കും, ഈ അടയാളങ്ങൾ നടക്കും. ഏതാണ്? ഒന്ന്, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അവിടെ പറയാണ്, ഇവിടെ ബട്ടർലെ ലോങ്കോ അങ്ങനെ നടത്തിയതായിട്ട് എനിക്കറിയത്തില്ല, കാരണം ആ വീഡിയോയിൽ ക്ലിപ്പിൽ പറയുന്നില്ല. ഒന്ന്, ഭൂതങ്ങളെ പുറത്താക്കും, അത് യേശു പുറത്താക്കി, അത് അപ്പോസ്തലന്മാർ ചെയ്യും. സ്തോത്രം കാലി. രണ്ടാമത് പറയുന്നു, പുതുഭാഷകൾ സംസാരിക്കും. പുതുഭാഷകളും പരിശുദ്ധാത്മാ സൈവന്മാരെ ശാലയിൽ വന്നപ്പോൾ
120 പേരിൽ വിവിധ ഭാഷകൾ സംസാരിച്ചു. താഴെ കൂടിയിരുന്നവരുടെ മേൽ അവരുടെ ഭാഷ ഏതാണോ ആ ഭാഷ മനസ്സിലാകത്തക്ക വിധത്തിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ആത്മാവ് അവരിലൂടെ സംസാരിക്കുകയും അന്ന് 3000 പേർ സ്നാനപ്പെടുന്നു. പറയുന്നു, സർപ്പങ്ങളെ പിടിച്ചേൽക്കും, മരണകരമായി യാചാലും അവർക്ക് ഹാനി വരികയില്ല. എന്ന് വെച്ചാൽ വചനം ഒരുവന്റെ ശരീരത്ത് ഒരുവനിലുണ്ട് എങ്കിൽ അത് ജീവന്റെ ഉറവയാണ്, അത് ജീവന്റെ നിത്യജീവനാണ്. അതിനകത്ത് എന്ത് കുടിച്ചാലും മരണപരമായി എന്ത് സംഭവിച്ചാലും അവിടെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഇരിക്കെ ഒരു കൊന്ത ചൊല്ലി അല്ലെങ്കിൽ ഒരു മരിയ ഭക്തനായി ഒരു മരിയ രാജ്ഞിയുടെ അല്ലെങ്കിൽ ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ഒരു സാത്താൻ പുരോഹിതനായിരിക്കുന്ന ഒരാളിലേക്ക് കൊടുത്താൽ അതിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയ ജോൺ ബോൺ രണ്ടാമൻ മാർപ്പാപ്പ വാഴിച്ച് ഇന്ന് അദ്ദേഹത്തിലേക്ക് അനേകം ആൾക്കാരെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. വചനത്തിലേക്കല്ല, വചനത്തിന്റെ കാര്യം വ്യക്തത പറയുന്നില്ല, വചനവുമായിട്ട് ബന്ധമില്ല, അവിടെ യേശു എന്ന നാമം പോലുമില്ല. അവിടെ എല്ലാം പറയുന്നത് ഒന്നേ ഉള്ളൂ, കൊന്ത ചൊല്ലി കൊന്തയിലൂടെ വിശുദ്ധനാക്കപ്പെട്ടു. അപ്പോ ഇന്ന് കത്തോലിക്ക സഭയിൽ എത്രമാത്രം വാഴിച്ചിട്ടുള്ള വിശുദ്ധന്മാർ ഏത് ലെവലാണ് ആദ്യകാലത്ത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18-ാമത്തെ ഒന്നുകൂടെ വായിക്കും. മരണകരമായി യാതൊന്നും കുറിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പത്രോസ്ലീഗയുടെ വസ്ത്രത്തിന്റെ നിഴൽ, അതായത് വിശുദ്ധ പത്രോസ്ലീഗയുടെ നിഴൽ അടിച്ചാൽ സൗഖ്യമാണ്. നിഴൽ അടിച്ച കൈവയ്ക്കണ്ട, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തില് നീ എഴുന്നേൽക്കും. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തന്നെ രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, അത് നിഴലടിച്ചാൽ. അപ്പോ യേശു എന്തു പ്രവർത്തിച്ചു, എന്തു പറഞ്ഞു, അത് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. അത് വിശുദ്ധന്മാരാണ്, അത് പ്രവർത്തിച്ചു, സംസാരിച്ചു, പറഞ്ഞു, പ്രഖ്യാപിച്ചു. അത് അതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? അത്യുന്നതനായ യഹോശുവ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കേയിരിക്കെ കൊന്തയിലൂടെ ഒരാളെ വിശുദ്ധനാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇനി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അനേക ജനങ്ങളെ ആകർഷിച്ച് നടക്കുമ്പോൾ ചിന്തിക്കാം, ഇതൊക്കെ എത്രയോ ബാലിശമായ കാര്യങ്ങൾ. അദ്ദേഹം വിശുദ്ധനായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധൻ, ഇതൊന്നും ഞാൻ അദ്ദേഹത്തെ വിധിക്കാൻ ഞാനാവില്ല. പക്ഷെ ബൈബിൾ സംബന്ധമായി ഒരാൾ വിശുദ്ധ പദവിയിൽ ആകണമെങ്കിൽ അവൻ സഭയുടെ മെമ്പറായിരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന കത്തോലിക്ക സഭയുടെ മെമ്പറല്ല, മറ്റേ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന സഭയല്ല. അത്യുന്നതനായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വിശുദ്ധനാണ്. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന് യഹോശുവ പ്രഘോഷിച്ചു. വിശുദ്ധ മർക്കോസ് സുവിശേഷം 16:20 നമ്മൾ പഠിക്കുമ്പോൾ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അവർ എന്ത് ചെയ്തോ? അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? ഉത്ഥാനം, മരണം, ഉയർപ്പ്, ഇന്നും ജീവിക്കുന്ന ദൈവം. ഇത് പ്രസംഗിച്ചു. ഇത് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോകും. അതായത് എന്താണ് ഉറപ്പിച്ചു പോകുന്നത്? ജീവിക്കുന്ന ദൈവം എന്ന് പ്രവർത്തിച്ച് കാണിച്ച് കൊടുത്തു ജനത്തിന്. അപ്പോൾ ഒരുവൻ യേശു ജീവിച്ചിരിക്കുന്നു, യഹോശുവ എന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവ് ചോദിച്ചാൽ ആ തെളിവ് രോഗികളെ സൗഖ്യവും കൊടുക്കുന്നു, അതാണ് തെളിവ്. ഭൂതങ്ങളെ വിട്ടുമാറുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്നു, തളർന്നു കിടന്ന് എണീക്കുന്നു. ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യം ഇതാണ് യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരെയാണ് വിശുദ്ധന്മാരെന്ന് വിളിച്ചത്. ഇവരെയാണ് ബൈബിള് വിശുദ്ധന്മാർ. വിശുദ്ധ ബൈബിള് ഇവരെ നോക്കിയിട്ടാണ് നിങ്ങൾ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലാതെ ഒരു ജനത്തിന് പോലും ഒരു വചനവും കൊടുക്കാതെ, യേശുവെ ഒന്നും വിളിക്കാതെ 24 മണിക്കൂർ കൊന്തയൊല്ലി ഏതോ ഒരു വലിയ ഭക്തിയുടെ അത്ഭുത ചിത്രത്തെ കൊടുത്തിട്ട് ഇതിലൂടെ ദൈവത്തെ കാണാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല അങ്ങനെ ദൈവത്തെ കാണാൻ പറ്റുമോ. ഇന്ന് എത്രയോ പേര് ഇന്ന് ബൈബിളിനേക്കാൾ യേശു ക്രിസ്തുവിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊന്തയൊല്ലി അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് വളരെ
ഭയഭക്തിയോട് യേശുവിന് പോലും അത്ര ഭക്തിയൊന്നും കൊടുക്കുന്നില്ല. യേശുവൊക്കെ ഇപ്പൊ അതിലൊക്കെ ഒരുപാട് താഴെയാണ്. യഹോശുവ അതിലൊക്കെ താഴെയാണ്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മരിയ ഭക്തിക്കാരാണ്. ഈ മരിയ ഭക്തിക്കാർ വന്നിട്ട് യഹോശുവയൊക്കെ തള്ളി താഴെ, യേശു ക്രിസ്തുവിനെയൊക്കെ തള്ളി താഴെ. ഇപ്പൊ യേശുവിനോട് ഡയറക്റ്റ് ഒരു കാര്യം ചോദിക്കത്തില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ കൃപാസനത്തിൽ പോയ കൃപാസനത്തിന്റെ ആ മാതാവിനോട് ചോദിക്കണം. അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കി ഉടമ്പടി വെക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും യേശുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇന്ന് ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല യേശുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, യഥാർത്ഥമായും ഇവർ വിശുദ്ധരാണ്? അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് മനുഷ്യനെ തന്നെ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കുക, വചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബൈബിളുമായി ബന്ധമുണ്ടോ? ഇല്ല എങ്കിൽ അത് വ്യർത്ഥമെന്നേ പറയാം. കാരണം അപ്പോസ്തലന്മാർ കാണിച്ചു കൊടുത്തതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ജീവിക്കുന്ന ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതായിട്ട് അവരെയാണ് വിശുദ്ധ ബൈബിൾ മുഖേന വിശുദ്ധന്മാർ, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയവർ. അവർ വിശുദ്ധർ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.